ഇന്ന് എല്ലാവരും സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ അഥവാ കരൾ വീക്കം. എന്താണ് ഈ ഫാറ്റി ലിവർ? അതായത് നമ്മളെ കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രക്ടോസ് ഒക്കെ അടങ്ങിയിട്ടുള്ള, അതായത് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. പുകവലിയും മദ്യപാനവും ഇതിന്റെ പ്രധാന കാരണമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം തോന്നുകയാണെങ്കിൽ നമുക്ക് കരിക്കിൻ വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ ഒക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ഫാറ്റി ലിവറിനെ നമ്മൾ അത്ര നിസാരായി കാണരുത്. പകരം നമ്മൾ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും മരുന്നുകളും ഒക്കെ സ്വീകരിക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ഇന്ന് എല്ലാവരും സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ അഥവാ കരൾ വീക്കം. എന്താണ് ഈ ഫാറ്റി ലിവർ? അതായത് നമ്മളെ കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഫൈബ്രോയിഡോ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഫാറ്റി ലിവറിന് തന്നെ പല സ്റ്റേജുകളുണ്ട്. ഗ്രേഡ് 1, 2, 3, 4 അങ്ങനെ പല സ്റ്റേജ് ആയിട്ട് ഫാറ്റി ലിവറിന് തരംതിരിച്ചിട്ടുണ്ട്. ഈ ഗ്രേഡ് 1 ഈ കരളിന് ചുറ്റും ഒരു 8% കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഗ്രേഡ് 2 എന്ന് പറയുമ്പം ഒരു 8 മുതൽ 12% കൊഴുപ്പുണ്ടാവും. ഗ്രേഡ് 3 എന്ന് പറയുമ്പം 12 മുതൽ 15% കൊഴുപ്പുണ്ടാവും. ഗ്രേഡ് 4 എന്ന് പറയുമ്പോൾ അതൊരു സിറോസിസ് സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടാവും. അതായത് ലിവറിന്റെ റീജനറേഷൻ കപ്പാസിറ്റി ഏകദേശം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അതായത് ലിവറിന് അവിടെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അവിടെ ഏകദേശം ഒരു 15% കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഫാറ്റി ലിവർ 2 തരത്തിലാണ് കാണപ്പെടുന്നത്. 90% ആളുകളിലും ഒരു ആൽക്കഹോളിക് കോസ് കൊണ്ട് വരുന്നു. ഒരു 10% ആളുകളിൽ മാത്രമേ അതൊരു നോൺ ആൽക്കഹോളിക് കോസ് കൊണ്ട് വരുന്നത്. ഈ ഒരു ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പൊ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന ക്രമക്കേടുകൾ കൊണ്ടാണ് ഈ ഒരു അസുഖം രൂപപ്പെടുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ, അതായത് വൈറ്റ് റൈസ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ പഞ്ചസാര, ശർക്കര ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അത് കൊഴുപ്പായിട്ട് നമ്മൾ കരളിന് ചുറ്റും അടിഞ്ഞുകൂടുകയും അങ്ങനെ ഫാറ്റി ലിവർ ആയിട്ടും സിറോസിസ് സ്റ്റേജിലേക്കും കടന്നു പോകുന്നു. മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് മീറ്റ്, അതായത് പോർക്ക്, മട്ടൺ, ബീഫ് ഇത്തരം മീറ്റ് ഐറ്റംസ് എടുക്കുകയാണെങ്കിലും ഈ ഒരു ഫാറ്റി ലിവർ രൂപപ്പെടാം. ഇത് കൂടാതെ തന്നെ നമ്മൾ അമിതമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പുകവലി ഇത്തരം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ രൂപപ്പെടാം. ഇത് കൂടാതെ തന്നെ നമ്മൾ വ്യായാമമില്ലാത്ത, അതായത് ബോഡിക്ക് മൂവ്മെന്റ്സ് ഒന്നും കൊടുക്കാത്തൊരവസ്ഥ, ചടഞ്ഞുകൂടിയിരിക്കുക, ഇത്തരം ഇതുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ രൂപപ്പെടാം. ഇത് കൂടാതെ തന്നെ അമിതവണ്ണം ഉള്ളവർക്കും ഇന്നത്തെ പഠനം പറയുന്നത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയുന്നു. ഇനി ഈ ഫാറ്റി ലിവറിന്റെ അല്ലെങ്കിൽ കരൾ വീക്കത്തിന്റെ എന്തൊക്കെയാ ലക്ഷണങ്ങളെന്ന് നോക്കാം. പ്രധാനമായിട്ടുള്ളതാണ് നമ്മളെ വാരിയലിന്റെ താഴെ, വലത്തെ ഭാഗത്തെ വാരിയലിന്റെ താഴെ ഒരു ചെറിയൊരു വേദന ഫീൽ ചെയ്യും. മറ്റൊന്ന് അമിതമായിട്ടുള്ള ക്ഷീണം, കൂർക്കം വലി, സന്ധികളിലൊക്കെ വേദന, മൂത്രം നോക്കുമ്പം നല്ല പത പോലെ അല്ലെങ്കിൽ ഡാർക്ക് കളർ ആവുക, അല്ലെങ്കിൽ കണ്ണിൻ്റെ അകത്ത് ഒരു യെല്ലോ കളർ ആവുക, അല്ലെങ്കിൽ